ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ എല്ലാവർക്കും അറിയുന്നുള്ളത് സഞ്ജു ടെക്കിനെ എല്ലാവർക്കും അറിയില്ല. സഞ്ജു സാംസൺ അല്ല, സഞ്ജു ടെക്കി. കാരണം പുള്ളിക്കാരന് നിങ്ങൾക്ക് അറിഞ്ഞൂടാത്ത ആൾക്കാരെ ഞാൻ കുറച്ചുകൂടി അറിയാന്നുള്ള രീതിയിൽ പറഞ്ഞുതരാം. കാറിനകത്ത് സ്വിമ്മിംഗ് പൂൾ കെട്ടി ഇച്ചിരി പോലും പ്രശ്നമൊക്കെ ആയി ലൈസൻസ് കട്ടായി പോയ ഒരു പയ്യനാണ് സഞ്ജു ടെക്കി എന്ന് പറയുന്നത്. അപ്പം എന്താണ് ട്രേഡ് എന്ന് പറഞ്ഞിട്ട് എന്തോ സംഭവം ഒരു സെക്കൻഡറി ചാനലുണ്ട്, അതിന്റെ പേരൊക്കെ മാറ്റിയിട്ട് സംഭവം പുള്ളിക്കാരൻ ട്രേഡുമായി ബന്ധപ്പെട്ട് അത് തുടങ്ങാനുള്ള ഒരു കാരണം പുള്ളിക്കാരൻ വീഡിയോയിൽ പറയുന്നുണ്ട്. നമുക്ക് തൽക്കാലം അതൊന്ന് ജസ്റ്റ് ഒന്ന് കേട്ടിട്ട് വരാം. ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുവായിരുന്നു. കാരണം എനിക്കാണെങ്കിൽ കുറെ EMIs ഉണ്ട്, കാർ ലോൺസ് ഉണ്ട്, അതുപോലെ തന്നെ അപ്പുറത്തെ ബിൽഡിങ്ങിന്റെ ലോൺ ഉണ്ട്, പിന്നെ വീട്ടിൽ പൈസ കൊടുക്കണം, യൂട്യൂബിന്റെ വ്യൂസ് ആണെങ്കിൽ ഫുൾ ഇപ്പൊ ഡൗൺ അടിച്ചോണ്ടിരിക്കും. അപ്പൊ അതിനകത്തൊന്നും റവന്യൂ കുറവാണ്. അപ്പൊ എങ്ങനെ ഞാൻ എക്സ്പെൻസ് ഒക്കെ മാനേജ് ചെയ്ത് കൊടുത്തിട്ട് പ്രാന്ത് പിടിച്ചിട്ട് ടെൻഷൻ അടിച്ച് ഞാനാണെങ്കിൽ വേറെ ലോൺസ് ഒക്കെ എടുത്ത് ഇങ്ങനെ ഇരിക്കുവായിരുന്നു ഗൈസ്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഗൈസ് ഞാൻ ട്രേഡിങ്ങിലോട്ട് കിടക്കുന്നത്. ഇപ്പൊ പക്ഷെ എന്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോയിൽ ട്രേഡിംഗ് എന്റെ ലൈഫിൽ ഉണ്ടാക്കിയ ഇമ്പാക്ട് ഉണ്ടല്ലോ, അത് മെന്റലി ആവും, ഫിനാൻഷ്യലി ആവും, അതുപോലെ തന്നെ ഇമോഷണലി ആവും. അപ്പൊ ഇതിന്റെ റിയൽ ലൈഫ് സ്റ്റോറിയാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോണത്. അതുപോലെ തന്നെ ഞാൻ ലംബോർഗിനി വന്നിട്ട് ഇറങ്ങി വെച്ചു അളിയ ട്രേഡ് എന്നെ സെറ്റ് ആക്കിയിട്ട വിഷയമാണ് ട്രേഡിങ്. പുള്ളിക്കാരൻ എന്തുകൊണ്ടാണ് സെക്കൻഡറി ചാനൽ തുടങ്ങാൻ ഉള്ള കാരണം പുള്ളിക്കാരൻ തന്നെ പറയുന്നുണ്ട്. കാരണം പുള്ളിക്കാരന് ഫസ്റ്റ് ചാനൽ, അദ്ദേഹത്തിന്റെ ഫസ്റ്റ് തുടക്കത്തിലൊക്കെ പുള്ളിക്കാരൻ എന്താണ് ടെക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പുള്ളിക്കാരൻ വീഡിയോ ഇട്ടുകൊണ്ടിരുന്നത്. അതിനുശേഷം പുള്ളിക്കാരൻ ഒരു ഡെയിലി ബ്ലോഗർ എന്നുള്ള തരത്തിലേക്ക് കണ്ടന്റ് ഒക്കെ ഇടാൻ തുടങ്ങി. പക്ഷെ ഇപ്പൊ പുള്ളിക്കാരന് വ്യൂസ് വളരെ കുറവാണ്. ഓക്കെ, അതുകൊണ്ട് പുള്ളിക്കാരൻ ഈ പറയുന്ന പോലെ നേരത്തെ പുള്ളിക്കാരൻ വീഡിയോയിൽ പറഞ്ഞതുപോലെ കാറിന്റെ ലോണ് അല്ല കാറിന്റെ EMI അടയ്ക്കാനുണ്ട്, വീടിന്റെ ലോൺ അടയ്ക്കാനുണ്ട്, അങ്ങനെ പലതരം ടെൻഷനിലൂടെ കടന്നു പോകുമ്പോൾ പുള്ളിക്കാരന് പൈസയ്ക്ക് ആവശ്യമുണ്ട്. പറയാൻ മനസ്സിലായോ? പുള്ളിക്കാരന് പൈസ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ആവശ്യമാണ്. അപ്പം ഈ ലോൺ അടയ്ക്കണം, ഈ വീടിന്റെ ആയിക്കോട്ടെ, ഈ കാറിന്റെ EMI ആയിക്കോട്ടെ, വീട്ടിലെ ചെലവ്, ആ ചെലവ്, ഈ ചെലവ്, അപ്പൊ എല്ലാം വരുമ്പോൾ തീർച്ചയായിട്ടും പൈസയ്ക്ക് ആവശ്യമുണ്ട്. അപ്പം എങ്ങനെയെങ്കിലും വ്യൂസ് ഉണ്ടാവണം. ഓക്കെ, ഉണ്ടായാൽ മാത്രമേ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ള തരത്തിലേക്കാണ് എനിക്ക് തോന്നിയത് കേട്ടോ. ഇതിപ്പം അങ്ങനെയാണ് എന്ന് ഞാൻ ഒരിക്കലും വാദിക്കത്തില്ല. കാരണം എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്കത് തോന്നിയൊരു കാര്യം എനിക്കതാണ്. അതുകൊണ്ടാണ് പുള്ളിക്കാരൻ ഈ ട്രേഡിങ്ങിൽ ഒരു കൈ പിടിച്ചു നോക്കാന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ്റെ സെക്കൻഡ് ഒരു ചാനൽ ഉണ്ടാകുന്ന അതിന്റെ പേര് മാറ്റിയിട്ട് സഞ്ജു ടെക്കി ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ട് എന്തോ ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ആ ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, അതുമായി ബന്ധപ്പെട്ട് പുള്ളിക്കാരൻ വഴിയെ പോകുന്ന വലിയൊക്കെ പിടിച്ച് തലയിൽ വെക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. ഓക്കെ, അപ്പൊ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്, നമുക്കൊന്ന് കേട്ടിട്ട് വരാം. Now it's time to start trading. ആണെങ്കിൽ ആൾക്കാരുടെ ജോബ് മൊത്തം കളഞ്ഞിട്ടിരിക്കുക. എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരേ ഒരു കാര്യമാണ്, ദാറ്റ് ഈസ് സ്റ്റോക്ക് മാർക്കറ്റ്. കാരണം അത് ഹ്യൂമന്റെ ഇമോഷൻസ് കൊണ്ടാണ് നടക്കുന്നത്. ശരിയാ, കാരണം ഒരുപാട് പേരുടെ ജോലികളൊക്കെ ഭാവിയിൽ പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ആൻഡ് എക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കാത്ത ഒന്നാണ് സ്റ്റോക്ക് മാർക്കറ്റും ട്രേഡിംഗ് ഒക്കെ. കാരണം അവിടെ ഹ്യൂമൻസിന്റെ ഇമോഷൻസ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. ഇതുവരെ വളരെ ശരിയാണ് ബ്രോ പറഞ്ഞത്. ട്രേഡിംഗ് ആണല്ലേ ഫ്യൂച്ചർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല. കാരണം ട്രേഡിംഗ് അല്ലാതെ വേറെ ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്തുണ്ട്. ആൻഡ് ട്രേഡിംഗ് ആണ് ഫ്യൂച്ചർ എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് സഞ്ജു ബ്രോ പറയുന്ന കുറച്ച് കണക്കുകളുണ്ട്, അത് തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. സ്റ്റോക്ക് മാർക്കറ്റിലും മ്യൂച്വൽ ഫണ്ട്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകളുടെ കണക്കെടുത്തുകൊണ്ട് അവരെല്ലാം ട്രേഡ് ചെയ്യുന്ന ആളുകളാണ് എന്നാണ് സഞ്ജു ബ്രോ പറഞ്ഞിരിക്കുന്നത്. അത് തെറ്റാണ്. ഇൻവെസ്റ്റ്മെന്റ് എന്താണ്, ട്രേഡിംഗ് എന്താണ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. SMTT എന്നാണ് ഈ ഒരു ടൂളിന്റെ പേര്. SMTT, SMC പ്ലസ് ICT രണ്ടും ചേർന്നാൽ SMTT. ഇതൊരു കംപ്ലീറ്റ് ട്രേഡിംഗ് സിസ്റ്റം. ഇത് ട്രേഡിംഗ് സിസ്റ്റം കൊണ്ടൊന്നുമല്ല, ഇതൊരു ഇൻഡിക്കേറ്റർ ആണ്. നമ്മൾ എവിടെ ബൈ ചെയ്യണം, എവിടെ സെല് ചെയ്യണം എന്നുള്ള ഒരു സിഗ്നൽ തരുന്ന ഇൻഡിക്കേറ്റർ ആണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, എല്ലാ ഇൻഡിക്കേറ്റേഴ്സും ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞിട്ടുള്ള പ്രൈസ് മൂവ്മെന്റിന്റെ ബേസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് സിഗ്നൽ കാണിച്ചിരുന്നത്. അല്ലാതെ വരാൻ പോകുന്ന പ്രൈസ് മൂവ്മെന്റ് ഏത് രീതിയിലായിരിക്കും എന്നുള്ള സിഗ്നൽസ് കാണിച്ചിരുന്ന ഒരു ഇൻഡിക്കേറ്റർ ഇല്ല. ട്രേഡിംഗിനെ പറ്റി ഒന്നും അറിയാതെ ഇത്തരത്തിലുള്ള ഇൻഡിക്കേറ്റേഴ്സ് നോക്കിക്കൊണ്ട് ട്രേഡ് ചെയ്യാനാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ ഒക്കെ എപ്പോൾ വാഷ് ഔട്ട് ആയി ചോദിച്ചാൽ മതി. ഇത് നമ്മൾ എന്താണ് ചെയ്യുന്നത് അറിയാതെ നമ്മൾ ചെയ്യുമ്പോഴാണ് ഇത് റിസ്ക്. പക്ഷേ SMTT കാര്യം പറയുകയാണെങ്കിൽ ഇതൊരു പ്യുവർ ആയിട്ട് സിസ്റ്റമാറ്റിക് ട്രേഡിംഗ് ആണ് ഫോളോ ചെയ്യുന്നത്. പ്യുവർ ആയിട്ടുള്ള സിസ്റ്റമാറ്റിക് ട്രേഡിംഗ് ഫോളോ ചെയ്യുന്നത്. സോ റിസ്ക് ഇല്ല എന്നാണോ ബ്രോ പറഞ്ഞു വരുന്നത്? വാട്ട് മാൻ, ഇതിന്റെ കമന്റ്സിലൊക്കെ ആൾക്കാർ എന്താണോ പറയുന്നത്? ഓക്കെ, അപ്പോൾ ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നത് പ്രൊമോഷൻ ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓക്കെ, പ്രൊമോഷൻ ആണ്. പിന്നെ ഈ വീഡിയോയിൽ കണ്ട മറ്റൊരാളെ ബിജോയ് എന്നാണ്, എനിക്ക് പേര് തെറ്റാണെങ്കിൽ പൊറുക്കണം, ക്ഷമിക്കണം. ആ പുള്ളിക്കാരൻ്റെ പേര് ബിജോയ് എന്നാണ്. പുള്ളിക്കാരൻ അഞ്ച് വർഷം കൊണ്ട് ഈ പറയുന്ന ട്രേഡുമായി ബന്ധപ്പെട്ട് കുറച്ച് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. ഓക്കെ, അപ്പോൾ പുള്ളിക്കാരൻ ഈ വീഡിയോ കണ്ടപ്പോൾ പുള്ളിക്കാരൻ റിയാക്ട് ചെയ്തു. കാരണം ഈ സഞ്ജുവിൻ്റെ വീഡിയോ പുള്ളിക്കാരൻ റിയാക്ട് ചെയ്തു. കാരണം പുള്ളിക്ക് ഈ ട്രേഡുമായിട്ട് 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. കാരണം ഈ പറഞ്ഞ സഞ്ജുവിന് വളരെ കുറച്ച് മാസത്തെ എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ. അപ്പം 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആൾ പറയുന്നത് കേൾക്കണോ, ഈ പറയുന്ന 1 മാസത്തെ പറയുന്ന ആൾ കേൾക്കണോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക. ട്രേഡുമായി ബന്ധപ്പെട്ട് ട്രേഡല്ല, എന്ത് കാര്യങ്ങളായിരുന്നു നിങ്ങളെ കയ്യിലിരിക്കുന്ന പൈസ കൈവിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ പൈസ അല്ല, അത് പോയെന്ന് കൂട്ടുക. അപ്പം എന്തെങ്കിലും ട്രേഡുമായി ബന്ധപ്പെട്ട് അറിയാന്നുള്ളത് നല്ല പഠിച്ചിട്ട് വേണം എന്ത് കാര്യവും നമ്മൾ തീരുമാനിക്കാൻ ചെയ്യാനാണ്. 2 വട്ടം ആലോചിക്കുക, 3 വട്ടം ആലോചിക്കുക. ഇന്ന ആൾ പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ പൈസ ഇട്ടേന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്യരുത്. കാരണം പോയ പൈസ പോയത് തന്നെയാണ്. അപ്പം അതുകൊണ്ട് ദയവ് ചെയ്ത് ഞാൻ പറഞ്ഞിരുന്ന ഇത്രയേ ഉള്ളൂ. അപ്പം ആ പുള്ളിക്കാരൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. കാരണം ഇങ്ങനെയൊന്നും അല്ല, വെറുതെ ആവശ്യമില്ലാതെ ആ പയ്യൻ പറയുന്നത് കേട്ടിട്ട് എടുത്തൊന്നും ചാടരുത്. കാരണം ചാടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം അതുകൊണ്ടാണ് ആ പയ്യൻ അത് കണ്ടപ്പോൾ ആ പയ്യൻ അതങ്ങനെയൊന്നും അല്ല, അതിങ്ങനെയൊന്നും അല്ല എന്ന് പറഞ്ഞിട്ട് ആ പയ്യൻ
വരുന്നത്. കാരണം എനിക്ക് ഈ ട്രേഡിനെ കുറിച്ച് എനിക്ക് വലിയ ധാരണയൊന്നുമില്ല. ഓക്കെ. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇന്നത്തെ ലോകത്ത് പറ്റിക്കപ്പെടാൻ കൂടുതലാണ് സാഹചര്യം. അതുകൊണ്ട് മനസ്സിലാക്കി വെക്കുക, നിങ്ങളെ കയ്യിലിരിക്കുന്ന പൈസ നിങ്ങൾ ഇവിടെ അതൊരു എന്തിൽ സാധനത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നാലും വളരെ ഒരു വട്ടമല്ല 2 വട്ടം ആലോചിച്ചിട്ട് വേണം, 2 3 വട്ടം ആലോചിച്ചിട്ട് വേണം ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. ഇന്നത്തെ ട്രെയിൻ പ്രോഫിറ്റ് എടുക്കാൻ നിങ്ങൾ എന്തായാലും ഞെട്ടും. കാരണം ഞാൻ ശരിക്കും ഞെട്ടിരിക്കുകയാണ്. ഈ വീഡിയോ കാണുന്നവർ എവിടെയെങ്കിലും ഒന്ന് മുറുകെ പിടിച്ചിരുന്നോ ചിലപ്പോൾ നിങ്ങൾ ഞെട്ടി വിടാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഹൃദ്രോഗികളും ഗർഭിണികളും ഒന്നും തന്നെ ഈ വീഡിയോ തുടർന്ന് അങ്ങോട്ട് കാണരുത്, ചില പ്രശ്നവും ബാക്കിയാണ്. ഫോണിലാണ് ട്രെയിൻ എടുത്തത്, കറക്റ്റ് സ്റ്റോപ്പ് ലോസ് ടാർഗറ്റ് ഞാൻ സെറ്റ് ചെയ്തായിരുന്നു. വളരെ നല്ല കാര്യം. സ്റ്റോപ്പ് ലോസ് ടാർഗറ്റ് സെറ്റ് ചെയ്തത് വളരെ നല്ല കാര്യം. സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ആരും ട്രേഡ് ചെയ്യുന്നത്. പ്രോഫിറ്റ് എത്ര നിങ്ങൾക്ക് കിട്ടിയാൽ 7423. അങ്ങനെ വരട്ടെ. ഈ ടൂളിനെ പറ്റിയിട്ട് ഇതിന് മുൻപും സാൻഡ്വിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് റിയാക്ട് ചെയ്തുകൊണ്ട് ഞാനും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. Now it's time to start trading. സാൻഡ്വിച്ച് പറഞ്ഞിട്ടുള്ള സകല തള്ളുകളും പൊളിച്ച് കൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും അതിന്റെ പ്രൊമോഷൻ ആയിട്ട് വന്നിരിക്കുകയാണ്. വെറുതെ വിടാൻ പറ്റുമോ? ഈ ഒറ്റ ടൂളുള്ളതുകൊണ്ട് മാത്രമാണ് എനിക്ക് നല്ല പ്രോഫിറ്റബിൾ ആയിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റുന്നത്. ഇതിനകത്ത് കറക്റ്റ് ആയിട്ട് കാണിച്ചു എവിടെ എൻട്രി എടുക്കണം, എവിടെ എക്സിറ്റ് എടുക്കണം. ആൻഡ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതൊരു മാജിക്കൽ ടൂളോ കാര്യങ്ങളൊന്നുമല്ല, ജസ്റ്റ് ഒരു ഇൻഡിക്കേറ്റർ മാത്രമാണ്. അത് ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞിട്ടുള്ള പ്രൈസ് മൂവ്മെന്റിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ബൈ ഓർ സെൽ സിഗ്നൽസ് കാണിച്ചിരുന്ന ഒരു ഇൻഡിക്കേറ്റർ മാത്രമാണ്. അങ്ങനെയാണ് പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുള്ളത്. ഒരിക്കലും സാൻഡ്വിച്ച് പറയുന്ന പോലെ കറക്റ്റ് ആയിട്ട് അവിടെ എൻട്രി എടുക്കണം, കറക്റ്റ് ആയിട്ട് അവിടെ എക്സിറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ഒരു ഇൻഡിക്കേറ്റർ അല്ല ഒരു ഇൻഡിക്കേറ്റർ നിങ്ങൾക്ക് കാണിച്ചു തരില്ല. ഇൻഡിക്കേറ്ററിന് പുറകെ പോവുകയാണെങ്കിൽ നിങ്ങളുടെ ക്യാപിറ്റൽ വാഷ് ഔട്ട് ആകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം മാർക്കും വേണം. ഏകദേശം 1 മാസമായിട്ടുള്ള ഞാൻ ട്രേഡ് ചെയ്യുന്നത്. എനിക്കാണെങ്കിൽ ട്രേഡിന്റെ ബേസിക് മാത്രമേ അറിയുള്ളൂ. പിന്നെ ടൂൾ വെച്ചിട്ടാണ് ഞാൻ ട്രേഡിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. സത്യം പറയാലോ, നിങ്ങൾക്ക് 3-5 വർഷം കളയേണ്ട ഒരു ആവശ്യമില്ല. എങ്ങോട്ടാണ് ഈ പറഞ്ഞ് കാടുകയറി പോകുന്നത്? അപ്പോൾ ഞാൻ പൊട്ടനാ ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന നിന്നെപ്പോൾ ഇൻഫ്ലുവൻസേഴ്സ് ആണ് ഈ ട്രേഡിംഗ് എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് എന്നുള്ളൊരു ചിന്ത ആളുകളിലേക്ക് കുത്തിവെക്കുന്നത്. സത്യം പറയാലോ, നിങ്ങൾക്ക് 3-5 വർഷം കളയേണ്ട ഒരു ആവശ്യമില്ല. ബേസിക് പഠിക്കുക, പിന്നെ ഈ ടൂൾ ഉണ്ടെങ്കിൽ നമുക്ക് സെറ്റ് അല്ലാണ്ട് ഈ പ്രൈസ് ആക്ഷൻ അതുള്ള കുറേ സാധനം പഠിക്കുന്ന കാര്യമില്ല. നീ പൊട്ടനാണോ? പൊട്ടന്ന ലോക പൊട്ടനാണ്. ഈ SMC ICT കോൺസെപ്റ്റ്സ് ഒക്കെ പഠിക്കേണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ആ രീതിയിൽ എടുത്തേനെ. പക്ഷേ പ്രൈസ് ആക്ഷൻ ഒന്നും വേണ്ട എന്ന് നീ പറയുന്നുണ്ടെങ്കിൽ നിനക്ക് ഇതിനെ പറ്റി ഒന്നും അറിയില്ല. ട്രേഡിംഗിന്റെ ABCD പോലും നിനക്ക് അറിയില്ല എന്നുള്ള കാര്യങ്ങൾ നീ തന്നെ വ്യക്തമാക്കി തരാണ്. എന്റെ 1 മാസം എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നീ നിന്റെ 1 മാസത്തെ എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ ഞാൻ എന്റെ 5 വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് പറയുകയാണ് നീ നിന്റെ ഫോളോവേഴ്സ് ആയിട്ടുള്ള ആളുകളെ ചതിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ശരിക്കും 1 മാസം അത്യാവശ്യം പ്രോഫിറ്റ് കാര്യങ്ങളൊക്കെ സമ്പാദിക്കാമെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പറ്റുമല്ലോ. ഒരു പാട്ട ഇൻഡിക്കേറ്ററിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലോഡ് കള്ളമാണ് നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആൻഡ് നിന്റെ നുണകളെല്ലാം കേട്ടുകൊണ്ട് നിന്റെ ഫോളോവേഴ്സ് ആയിട്ടുള്ള ആളുകൾ ആരെങ്കിലും ഈ ഇൻഡിക്കേറ്റർ വാങ്ങുകയാണെങ്കിൽ മിനിമം ഒരു 15,000 രൂപയ്ക്ക് മേലെ അവർക്ക് ലോസ് വരുന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. എങ്ങനെയാണ് 15,000 കളിക്കുന്നല്ലേ? ഈ ഇൻഡിക്കേറ്ററിന്റെ വില തന്നെ 15,000 രൂപയാണ്. ആ ഇൻഡിക്കേറ്റർ വാങ്ങിയ കാശും പോകും, അത് വെച്ചുകൊണ്ട് ട്രേഡ് ചെയ്യുന്ന കാശും പോകും. സോ ഒരു 15,000 രൂപയ്ക്ക് മേലെ എന്തായാലും ഈ ഇൻഡിക്കേറ്റർ വെച്ച് ട്രേഡ് ചെയ്താൽ നിങ്ങൾക്ക് നഷ്ടം വരും. എന്നെ പോലുള്ള കുറച്ച് ആളുകൾ ട്രേഡിംഗിന്റെ റിയാലിറ്റി എന്താണ് എന്ന് ആളുകൾ മനസ്സിലാക്കി കൊടുക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ഇവനെ പോലുള്ള ഇൻഫ്ലുവൻസേഴ്സ് ട്രേഡിംഗിനെ വേറെ രീതിയിലാണ് ആളുകളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. ആളുകൾ ട്രേഡിംഗ് സ്കാം ആണെന്ന് പറയുമ്പോൾ അവരൊരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. കാരണം അവർ കാണുന്നത് ഇതുപോലുള്ള കുറെ ഉഡായിപ്പ് പ്രൊമോഷൻസ് ആണ്. ഇന്ന് പൈസ ഇട്ടാൽ നാളെ നമുക്ക് ലാഭം കിട്ടണം എന്ന് ചിന്തിച്ചുകൊണ്ട് ഒരു കാര്യത്തിലും ചെന്ന് ഇറങ്ങരുത്. എന്ത് കാര്യത്തിനായിരുന്നാലും സമയമെടുക്കും. നമ്മളൊരു പൈസ ഇൻവെസ്റ്റ് ചെയ്തിരുന്നാലും നമുക്കൊരു റിട്ടേൺ കിട്ടണമെന്നാലും കുറച്ച് സമയമെടുക്കും. പൈസയ്ക്ക് അത് വരുന്നതിന് നമുക്ക് ലാഭം കിട്ടുന്ന സമയമെടുക്കും. ഇന്ന് നമ്മൾ 1 ലക്ഷം രൂപ ഇട്ട് 2 ലക്ഷം ഇട്ട് ഇന്ന് നാളെ കിട്ടും അല്ലെ പെട്ടെന്ന് കിട്ടും എന്നൊക്കെ ഉള്ള തരത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ ചാടി പിടച്ചെന്ന് എടുത്ത് പൈസ ഒന്ന് ഇട്ട് വെറുതെ ആവശ്യമില്ലാത്ത കളയൊന്നും ചെയ്തത്. അപ്പം പുള്ളിക്കാരെന്ന് വെച്ചാൽ പ്രൊമോഷന്റെ കാര്യം എനിക്ക് തോന്നുന്നത് പ്രൊമോഷൻ മാത്രമാണ്. അപ്പം ഈ പ്രൊമോഷൻ ചെയ്ത ആൾക്കാരെ ഇങ്ങനെ പറ്റിക്കുന്നതെന്ന് തോന്നി. ഇപ്പൊ പുള്ളിക്കാരൻ ബിജോയ് എന്ന് പറയുന്ന പുള്ളിക്കാരൻ അത് പൊളിക്കുന്നതാണ് ഈ കാണുന്നത്. ഓക്കെ. അപ്പോൾ എനിക്കും ഈ പറയാനുള്ള കാര്യം ഇതാണ്, പറ്റിക്കപ്പെടരുതെന്ന് മാത്രമേ ഉള്ളൂ. പല പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ചെയ്യും. പ്രൊമോഷൻ ചെയ്യുമ്പോൾ പുള്ളിക്കാരൻ എന്താണ് അതിനുള്ള പൈസ കിട്ടാം. ഓക്കെ. പക്ഷേ ഈ പ്രൊമോഷൻ ചെയ്തിട്ട് നിങ്ങളിത് കണ്ടിട്ട് നിങ്ങൾ പൈസ കിട്ടുമ്പോൾ ചിലപ്പോൾ നിങ്ങളെ പൈസ എന്ത് ചെയ്യും പോവുകയും ചെയ്യും. ഒരുപാട് എക്സ്പേർട്ടായിട്ടുള്ള ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് അറിയുന്നുള്ള കാര്യങ്ങളുണ്ടായിരിക്കും. അവരോട് യൂട്യൂബേഴ്സാണ്. അവരോട് ആൾക്കാരുടെ സംശയങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള ഉത്തരങ്ങൾ കിട്ടാം. വെറുതെ ഇന്നിട്ടാൽ നാളെ ലാഭം കിട്ടും, പെട്ടെന്ന് കിട്ടും, ഇതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള തരത്തിലേക്കൊക്കെ ഒന്നും കണ്ണുടച്ചിട്ട് നിങ്ങൾ ചെയ്യാതിരിക്കുക. നിങ്ങളുടെ കയ്യിലുള്ള പൈസ എന്തുമാത്രം അധ്വാനിച്ചിട്ടാണ് നിങ്ങൾ ഉണ്ടാക്കിയെന്നുള്ള ഒരു ധാരണ നിങ്ങൾക്ക് വേണം. വെറുതെ അനാവശ്യമായിട്ട് പൈസ കൊണ്ട് വെറുതെ കളയരുത്. പിന്നെ ഞാനിപ്പോൾ ഇവനെ കോട്ട് ചെയ്ത് പറയുന്നതൊന്നുമില്ല. പൊതുവെ ഇന്നത്തെ സാഹചര്യത്തിൽ പറ്റിക്കപ്പെടാൻ സാഹചര്യങ്ങൾ കൂടുതലാണ്. കാരണം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പൈസ നിങ്ങൾ പോലും അറിയാതെ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ എല്ലാവരും നന്നായിരിക്കട്ടെ, എല്ലാം നല്ലത് നടക്കട്ടെ. താങ്ക് യു സോ മച്ച്.